വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ബേക്കൽ ഫോർട്ടിലും പള്ളിക്കര ബീച്ചിലൊക്കെ പോവാന്ന്. അപ്പം എൻ്റെ കൂടെ അരുണിമ വക്കീലും വാഹിദ വക്കീലിൻ്റെ ചേച്ചിയുടെ മോനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നമ്മളൊരു ഓട്ടോ പിടിച്ച് ബേക്കൽ ഫോർട്ടിലെത്തി. അപ്പോൾ ബേക്കൽ കോട്ടയിൽ നമ്മൾ കുറേ റീൽസൊക്കെ എടുത്ത് ഫുള്ള് വെയിലായിരുന്നു. അപ്പം നമുക്ക് കോട്ടയിലൊന്നും കയറി പോകാനോ നോക്കാനോ പറ്റിയില്ല. അപ്പം നമ്മൾ കുറേ റീൽസൊക്കെ എടുത്ത് സൺഡേ എൻജോയ് ചെയ്തു. അപ്പം എനിക്ക് തോന്നി രാവിലെ വരുന്നതിനേക്കാളും നല്ലത് ഒരു 3 മണിക്ക് ശേഷം കോട്ടയിലൊക്കെ വരുന്നതാണെന്ന്. മീൻസ് ഒരുപാട് വെയിലായതുകൊണ്ട് നമുക്ക് കോട്ടയിൽ കയറാനോ അല്ലെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പിന്നെ നമ്മളൊരു സൺഡേ കിട്ടിയതല്ലേ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തതാണ്. അതിന് ശേഷം നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഓട്ടോ പിടിച്ച് പള്ളിക്കര ബീച്ചിലോട്ടേക്ക് പോയി. അപ്പോൾ പള്ളിക്കര ബീച്ച് കാണേണ്ട ഒരു ബീച്ച് തന്നെയാണ്. കാരണം ഫുൾ എൻജോയ്മെൻ്റ് ആണ് അവിടെ മൊത്തം. അപ്പം നമ്മൾ അവിടെ നിന്നൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ക്യാമലിൻ്റെ ഒട്ടകത്തിൻ്റെ മേലെ കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ മേലെ കയറുമ്പം. ഫസ്റ്റ് ടൈം അല്ലേ. പിന്നെ അവരെല്ലാം കംഫർട്ടാക്കി തന്നു. പിന്നെ നമ്മൾ കയറി പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ സൺഡേ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളൊരു 5:30 ആവുമ്പം പള്ളിക്കര ബീച്ചിനോട് ബായൊക്കെ പറഞ്ഞ് നമ്മളൊരു ഓട്ടോ പിടിച്ച് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കണ്ണൂർ ടിയിൽ കയറി നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മൾ എടുത്ത കുറേ ഫോട്ടോസാണിത്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടിയാലേ നിങ്ങൾക്ക് ബേക്കൽ ഫോർട്ടിലും പള്ളിക്കര ബീച്ചിലൊക്കെ വന്ന് ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.